തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാനക്കൂട്ടം വൈദ്യുത വേലി തകർത്തു. അങ്കണവാടി കെട്ടിടത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന വൈദ്യുത വേലിയാണ് കാട്ടാനക്കൂട്ടം തകർത്തത്. പ്ലാന്റേഷൻ തൊഴിലാളികളാണ് ആനകളെ കണ്ടത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, പലവട്ടം ഈ മേഖലയിൽ ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം എത്തിയത് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഇത് ഇത്തവണ അങ്കണവാടി കെട്ടിടത്തിന് ചുറ്റും സ്ഥാപിച്ച വൈദ്യുത വേലിയാണ് തകർത്തിരിക്കുന്നത്. എന്താണ് അവിടുത്തെ കാര്യങ്ങൾ? സംഗീത, ആതിരപ്പള്ളിയിലെയും തൃശ്ശൂരിൻ്റെ കിഴക്കൻ മേഖലയിലെയും കാട്ടാനഭീതി ഒഴിയുന്നില്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് രാവിലെ സംഭവിച്ചത്. അങ്കനവാടിയിൽ നിരവധി കുട്ടികൾ പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലെ തോട്ടങ്ങളിൽ ജോലിയെടുക്കുന്ന തൊഴിലാളികളുടെ അടക്കം നിരവധി കുട്ടികൾ പഠിക്കുന്ന അങ്കനവാടിക്ക് സമീപമാണ് ഇന്ന് പുലർച്ചെ കാട്ടാനക്കൂട്ടം എത്തിയത്. 5ഓളം ആനകളാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അതിരാവിലെ ഈ പ്രദേശത്തു കൂടി ജോലിക്ക് പോയ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തൊഴിലാളികൾ തന്നെയാണ് ആനയെ കാണുന്നത്. ആനകളെ കണ്ട് ഇവർ ബഹളം വെച്ചെങ്കിലും ആ ആനക്കൂട്ടം തൊട്ടടുത്തുണ്ടായിരുന്ന എണ്ണപ്പനകളിലൊന്ന് മറിച്ചിടുകയായിരുന്നു. ഈ എണ്ണപ്പനകൾ മറിച്ചിടുന്നത് പ്രധാനമായും ഭക്ഷിക്കുന്നതിനും മറ്റുമാണ്. പക്ഷേ ഈ അങ്കനവാടി കെട്ടിടത്തിന് സമീപത്ത് നിന്ന വൈദ്യുതി വേലികൾക്ക് മുകളിലേക്കാണ് ഈ എണ്ണപ്പന വീണത്. ആളുകളുടെ സുരക്ഷയ്ക്ക്, പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷയ്ക്ക് നേരത്തെ തന്നെ കാട്ടാനശല്യം രൂക്ഷമായതിന് പിന്നാലെയാണ് ഇവിടെ വൈദ്യുതി വേലി സ്ഥാപിക്കുന്നത്. ഈ ആനക്കൂട്ടം ഈ എണ്ണപ്പന മറിച്ചിട്ടത് ഈ വൈദ്യുതിക്ക് വേലിക്ക് മുകളിലാണ്. അതോടുകൂടി അവിടുത്തെ ആ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കുട്ടികൾക്കുള്ള ഒരു സുരക്ഷിതത്വം കൂടി ഇല്ലാതായി. പക്ഷേ ആളുകൾ പരാതി അറിയിച്ചതിനെ തുടർന്ന് ഓയിൽ പാമ്പിൻ്റെ തന്നെ ജീവനക്കാർ എത്തി വൈദ്യുതി വേലി പുനഃസ്ഥാപിക്കുകയായിരുന്നു. പക്ഷേ ഈ സമയത്ത് ഇവിടെ ആനക്കൂട്ടം ഏറെ സമയം നിലയുറപ്പിച്ചു. ആളുകൾ ബഹളം വയ്ക്കുകയും പടക്കം പൊട്ടിക്കുകയും ചെയ്തെങ്കിലും ആനകൾ കയറിപ്പോകാൻ തയ്യാറായില്ല. പിന്നീട് ഏറെ സമയത്തിന് ശേഷമാണ് 4 ആനകൾ മടങ്ങിയത്. പക്ഷേ ഒരു കൂട്ടത്തിലെ ഒരു മോഴയാന വീണ്ടും കുറേ അധികം സമയം കൂടി അവിടെ നിന്ന് എണ്ണപ്പന ഭക്ഷിച്ചതിന് ശേഷമാണ് മടങ്ങിപ്പോയതുണ്ടായത്. ഏതായാലും ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടിയാണ് സംഭവം നടക്കുന്നത്. 10 മണിയോടുകൂടിയാണ് അവസാന ആനയും കാട്ടിലേക്ക് തിരികെ മടങ്ങിയിട്ടുള്ളത്. പ്രദേശത്ത് നമുക്ക് നേരത്തെ തന്നെ അറിയാം, നിരവധി തവണ കാട്ടാനശല്യം അതിരൂക്ഷമായിട്ടുള്ള മേഖലയാണ്. ദിവസേന കാട്ടാനകൾ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ആളുകളുടെ ജീവനും സ്വത്തിനും ഒട്ടേറെ ഭീഷണികൾ ആനകൾ മൂലമുണ്ടാകുന്നു. വ്യക്തമാണ്, കാലങ്ങളായുള്ള പ്രശ്നമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അങ്കണവാടി കെട്ടിടത്തിനടുത്തേക്കാണ് ആന എത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.